മറ്റൊരു കലത്തിൽ പൊങ്കാലയിടുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കുടമാളൂർ സ്വദേശിനിയാണ് വിദ്യ എന്ന ഭക്തയെ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോട്ടയത്താണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ദീപ്തമായ ഓർമ്മകളിൽ കുറേയധികം കാര്യങ്ങൾ ആറ്റുകാൽ ക്ഷേത്രവും പൊങ്കാലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കുറേയധികം വർഷം ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് താമസിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ദിവസം തന്നെ ബാലികമാരുടെ ഒരു താലപ്പൊലി സമർപ്പണം അങ്ങനെ ഒരു അനുഷ്ഠാനമുണ്ട്. അപ്പോൾ അതൊരു 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പിന്നെ വിവാഹശേഷം എൻ്റെ മക്കളെ കൊണ്ടും 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ എൻ്റെ മക്കളെ കൊണ്ടും പറ്റുന്ന അത്രയും താലപ്പൊലി എടുപ്പിച്ചിട്ടുണ്ട്. വിവാഹശേഷം ഞാൻ തിരുവനന്തപുരം വിട്ട് പോന്നു എങ്കിലും പറ്റുന്ന അത്രയും പൊങ്കാലകളിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ടീച്ചറാണ്. അപ്പോൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ പരീക്ഷ വരുമ്പോഴോ ഒക്കെ ചില വർഷങ്ങളിൽ പൊങ്കാലയിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒക്കെ വളരെ വലിയ വിഷമമാണ് സത്യം പറഞ്ഞാൽ. മാത്രമല്ല ആറ്റുകാൽ അമ്പലവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമാണുള്ളത്. ഒരു കോന്നിയൂർ ഭാസാർ എഴുതിയിട്ട് ദേവരാജ മാഷ് കമ്പോസ് ചെയ്തൊരു ആറ്റുകാലമ്മയുടെ സ്തുതിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഗാനമുണ്ട്, ദേവി അംബികെ. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. അത്രയും വൈകാരികമായിട്ടൊരു അടുപ്പം ആറ്റുകാൽ അമ്പലമായിട്ടുണ്ട്. ഈ വർഷം ഏതായാലും ദേവി അനുഗ്രഹിച്ചിട്ട് പൊങ്കാലയിടാനൊരു അവസരം കിട്ടുകയാണ്. ഞാൻ 101 കാലത്തിൽ പൊങ്കാലയിടണം എന്നാണ് വിചാരിക്കുന്നത്. ഈ വർഷം ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒക്കെ അങ്ങേറ്റം സപ്പോർട്ടീവാണ്. 6-7 വർഷമായിട്ട് എനിക്ക് പൊങ്കാലയിടാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു നേർച്ചയാണത്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം. എന്തുമാത്രം ദൂരെ നിന്ന് ആൾക്കാർ ഈ ഒരു ദിവസം കാത്തിരുന്ന് എത്തിച്ചേർന്ന് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദേവിയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാവട്ടെ.